അപ്പോൾ ഇന്നത്തെ എൻ്റെ ഐറ്റം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കക്കൂട്ടൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെയാണ്. അപ്പോൾ ഇതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 സ്പൂൺ പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ജീരകമാണ്, ചെറിയ ജീരകം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ വേണ്ടത് കുറച്ച് കരിവേപ്പിലയാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് മെയിൻ ഐറ്റമായിട്ടുള്ള തേങ്ങ ചിരകിയത് 1 ബൗൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല. ഇനി ഇത് നമ്മുടെ കുക്കറിലോട്ട് ചക്ക ഇടുക. ഈ അരച്ച് വെച്ചിട്ടുള്ള മിശ്രിതം കൂടി മിക്സ് ആക്കുക. വെറും 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസി വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1 ഗ്ലാസ്സും ഒഴിക്കാം, എങ്കിൽ ഇത്തിരി കൂടി കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പിടാൻ മറന്നു പോകരുത്, ഉപ്പിടുക. പിന്നെ ഒരു 3 to 5 വരെ വിസിലടുപ്പിച്ച് വേവിക്കുക. അതിനുശേഷം വിസിലെല്ലാം പോയതിന് ശേഷം നമ്മൾ അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഓക്കെ, വെളിച്ചെണ്ണ ആവശ്യമുള്ളവർക്ക് ചേർക്കാം, കമ്പൽസറി അല്ല. വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ചക്കയും നല്ല ചോറും, നല്ല ചൂട് ചോറ്, ചക്കക്കൂട്ടാനും മീൻകറിയും അല്ലെങ്കിൽ തന്നെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ അതുമായിട്ട് കഴിക്കുക. എല്ലാവരും ട്രൈ ചെയ്യുക. ഇതിൽ വേറെ എന്തെങ്കിലും ഞാൻ ചേർത്ത ഐറ്റം അല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിങ്ങനെയാണ് വെക്കാറുള്ളത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, എനിക്ക് ഇത്രയും വെള്ളം വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും വെച്ചിട്ടുള്ളത്. ഇച്ചിരി കട്ടിക്ക് വേണമെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്.